ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, വാർണിങ്സ് ഒക്കെ വായിച്ച് നോക്കുക. ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, വാർണിങ്സുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്, നെഗ്ലക്റ്റ് ചെയ്യരുത്. വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കാര്യം ചെയ്യുക. പിന്നെ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് ഉണ്ടാവും. ആ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത് കൺഫേമായി ഓക്കെ ആണെങ്കിൽ മാത്രമേ റിയൽ അക്കൗണ്ടിലേക്ക് കിടക്കാൻ പാടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രോക്കറെ പരിചയപ്പെടുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി XNS, എക്സം, അൽപാരി ഈ 3 ബ്രോക്കറെ നമ്മൾ പരിചയപ്പെട്ടു. ഈ 3 ബ്രോക്കറും നമ്മുടെ എന്താ പറയുക മെമ്പേഴ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി 4മതായിട്ടൊരു ബ്രോക്കറേയും കൂടെ പരിചയപ്പെടുകയാണ്. ഞാൻ ഏത് ബ്രോക്കറെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ചെക്ക് ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ച് അഭിഭായ് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ, മായാവി ട്രേഡിംഗ് നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ സോഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങൾ ആ ബ്രോക്കർ എങ്ങനെയാണ്, കറക്റ്റാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതിലെന്തെങ്കിലും ഫാൾട്ടോ കാര്യങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോടും ഷെയർ ചെയ്യണം. ഓക്കെ, ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ഒരു ബ്രോക്കർ. ഓക്കെ, അപ്പോൾ സ്റ്റാർ ട്രേഡർ നമ്പർ 1 ആയിട്ടുള്ള നമുക്ക് XNS തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ന്യൂ ക്ലയൻസിനെ അവരെടുക്കാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ബ്രോക്കേഴ്സിനെയൊക്കെ ആശ്രയിക്കേണ്ടതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ബ്രോക്കർ, ഓക്കെ, ഇതിൻ്റെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് VIP ടെലിഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നോർമൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതേപോലെ ലിങ്ക് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സ്റ്റാർ ട്രേഡറിൽ ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ റെഫറൽ ലിങ്കിലൂടെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്തിൽ ജോയിൻ ചെയ്യാം? നിങ്ങൾക്ക് നമ്മുടെ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ VIP ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ എന്താണ് ഗുണങ്ങൾ? ആൽഗോ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് മെസ്സേജ് വെച്ച് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റാർ ട്രേഡർ നമ്മൾ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നമ്മൾ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം ഒരു 90% എല്ലാ ബ്രോക്കറും ഒരേപോലെ തന്നെയാണ്. ഇൻ്റർഫേസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പൺ ചെയ്ത പാടെ തന്നെ കൊണ്ടുപോയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യം നോക്കും ഏതൊക്കെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അസറ്റ് അതിൽ തരുന്നതെന്നുള്ളത്. നമുക്ക് കറൻസി ചെയ്യാം, ക്രൂഡ് ഓയിൽ ചെയ്യാം, ഗോൾഡ് ചെയ്യാം, അതുപോലുള്ള മറ്റെന്താ പറയുക ഷെയർസ്, മെറ്റൽസ്, ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. കമോഡിറ്റീസ് ഒക്കെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ലൈവ് അക്കൗണ്ടും ചെയ്യാം, അതുപോലെ തന്നെ ഡെമോ അക്കൗണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ മൊബൈൽ ആപ്പ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഏതൊക്കെ ഉണ്ട്? ആപ്പിളിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ആപ്പിൾ സ്റ്റോർ ഉണ്ടാവും, അതുപോലെ ഗൂഗിൾ പ്ലേ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ അൽഗോസൊക്കെ വർക്ക് ചെയ്യുന്ന വിൻഡോസ് ബേസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ വിൻഡോസിൻ്റെ ഇതിൽ ചെയ്യാം. പിന്നെ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്താണെന്നുള്ളതും ECN അക്കൗണ്ട് എന്താണെന്നുള്ളതും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവാർഡ്സുകളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് റിവ്യൂസ്. ഈ റിവ്യൂവിൽ റിവ്യൂ എന്തിനാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ആരും എന്താ പറയുക ഈ റിവ്യൂസ് ഒന്നും ഒരാളും എന്താ പറയുക റെസ്ട്രിക്റ്റഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ WikiFS എന്ന് പറയുന്നത് അതൊരു വേറൊരാളുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതേപോലെ ഇതുപോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓരോരുത്തർ എന്താ പറയുക ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർ അവരുടെ റിവ്യൂസ് ഇട്ടുണ്ടാവും. ഓക്കെ, എനിക്ക് എമൗണ്ട് പെട്ടെന്ന് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് എമൗണ്ട് കിട്ടിയില്ല, എൻ്റെ ക്യാഷ് ഡിലേ ആവുന്നുണ്ട്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ അവരുടെ എന്താ പറയുക കൂടുതൽ എന്താ വരിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം. ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാനിതൊക്കെ നോക്കി. ഓക്കെ, എന്നാലും ഓക്കെ നിങ്ങളുടേതായിട്ടുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ, പിന്നെ എന്താണ് MT4 ഉണ്ട്, MT5 ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് MT5 ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് MT5ൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെയുള്ള ഏറ്റവും വലിയ ഇതാണ്, നിങ്ങളിതൊക്കെ നോക്കിയതിന് ശേഷമാണ് പിന്നെയുള്ളത് ഇത് റെഗുലേറ്റഡ് ആണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടാവും
ദുബായ് റെഗുലേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ പല ഇതും കണ്ടോ, എവിടെയാണ് ഇതാ UAE കണ്ടോ, UAE റെഗുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇതൊക്കെ ഓരോ റെഗുലേറ്റഡ് ഇതാണ്, അവിടെയൊക്കെ റെഗുലേറ്റഡ് ആണ്. ഇനി അതൊക്കെ നിങ്ങൾ നോക്കുക, ഓക്കെ, കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, എന്തൊക്കെ ചെയ്താലും ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈ റിസ്ക്കാണ്. ഓക്കെ, നമ്മൾ ഒന്നെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള ബ്രോക്കർമാർ വരെ നമ്മളെ പറ്റിച്ചു പോയിട്ടുള്ള അവസ്ഥകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊന്നും അറിയാതെ ട്രേഡ് ചെയ്യാൻ പോയിട്ട് പൈസ പോയവരുമുണ്ട്. ഓക്കെ, ഇത് രണ്ടും സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ച് കാര്യങ്ങളായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ലൈവ് അക്കൗണ്ട്. ഇവിടെ കൺട്രി നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തു. ഏതാണ് സ്ഥലം, ആ സ്ഥലം നിങ്ങൾ എവിടെയാണുള്ളത് ആ സ്ഥലം കൊടുക്കുക. അതേപോലെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID കൊടുത്തതിന് ശേഷം ഇവിടെ സെൻഡ് കോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ട് പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യരുത്, കോഡ് വരില്ല. നിങ്ങൾ സെൻഡ് കോഡ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഇമെയിൽ IDയിൽ നിങ്ങൾ ഏത് ഇമെയിൽ ID കൊടുത്താൽ ആ ഇമെയിൽ IDയിൽ ഒരു കോഡ് വരും, OTP പോലെ വരും. അതിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അതുപോലെ തന്നെ സിംബൽസ്, ന്യൂമറിക്കൽ ലെറ്റേഴ്സ് ഒരു 10-12 ഡിജിറ്റ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇൻഡിവിജ്വൽ, റെഫേർഡ് ബൈ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല, കാരണം നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് കയറുന്നുണ്ട്. റെഫേർഡ് ബൈ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇൻഡിവിജ്വലാണ്. ഐ ആം നോട്ട് എ US റെസിഡൻസ്, ഇവിടെ ക്ലിക്ക് ചെയ്യണം. എഗ്രി ടു സ്റ്റാർട്ട് ട്രേഡർ, ഇവിടെയും ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, AIC, FSC, FSA, ഇതൊക്കെ ഓരോരോ റെഗുലേറ്റഡ് കമ്പനീസാണ്. ഓക്കെ, ഇതുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ്, ഇപ്പോൾ നിങ്ങൾ $100 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 50% നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടും. പിന്നെ അഡീഷണൽ 20% പിന്നെയുള്ള ഡെപ്പോസിറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ ഫുൾ പേര് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാറിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക, ലാസ്റ്റ് നെയിം. ഇപ്പോൾ നിങ്ങളുടെ പേര് അഭിജിത്ത് എന്നാണെങ്കിൽ അഭിജിത്ത് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഇനീഷ്യൽ AC എന്നാണെങ്കിൽ A_C എന്ന് കൊടുക്കുക. എങ്ങനെയാണോ ആധാറിലുള്ളത്, ഓക്കെ, അങ്ങനെ കൊടുക്കുക. പിന്നെ മെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, ഞാൻ ഫില്ല് ചെയ്യട്ടെ. അപ്പം നമ്മൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇതെങ്ങനെ വരും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മെറ്റാട്രേഡർ 4 അല്ല, മെറ്റാട്രേഡർ 5 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണം. അതേപോലെ ഇവിടെ സ്റ്റാൻഡേർഡ് ഉണ്ട്, റോ ഉണ്ട്, ഓക്കെ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് സാഫ്രി ആണ്. സാഫ്രി സ്റ്റാൻഡേർഡ് STP എടുക്കണം. ഇതെടുക്കട്ടെ. അതേപോലെ നമ്മുടെ ചൂസ് കറൻസി നമുക്ക് ഏതാ കറൻസി വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. നമ്മൾ USD ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യട്ടെ. സെലക്ട് ചെയ്തു. അതിനുശേഷം USD സെലക്ട് ചെയ്തു. ഓക്കെ, ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രീഡ് ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഫാസ്റ്റ് ഡെപ്പോസിറ്റ് നൗ പോസിബിൾ ഇഫ് ട്രാൻസാക്ഷൻ ID വെരിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ ID വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഇതാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ID വെരിഫിക്കേഷൻ റിജക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നെ അത് വിഡ്രോ ചെയ്യണം. അത് ഒരുപാട് പണിയാണ്, അതിൻ്റെ ആവശ്യമില്ല. നമുക്കധികം തിരക്കൊന്നും വേണ്ട. നമുക്ക് ആദ്യം ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് പ്രൊവൈഡ് പേഴ്സണൽ ഇൻഫർമേഷൻ, പ്രൊവൈഡ് ഐഡൻറ്റിറ്റി, കണ്ടിന്യൂ ഓൺ ദിസ് ഡിവൈസ്, അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ 2 ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,
നമുക്ക് ഈ ഡിവൈസിൽ നമുക്ക് കണ്ടിന്യൂ ഓൺ ദിസ് ഡിവൈസ് കൊടുക്കാം. ഐ കൺസെൻറ്റ് കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്ന് നോക്കിയിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിലേക്ക് വരും. ഓക്കെ, ഇതിപ്പോൾ സാധാരണ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു വേറെ എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മളൊരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണമെങ്കിൽ അറിയാവുന്നുണ്ട്. നമ്മുടെ കൺട്രി ഏതാണ്? ഇന്ത്യയാണ്. ഇഷ്യൂ നമ്മുടെ ആ ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്തത് ഏത് കൺട്രിയിൽ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, എന്താണ് നമ്മൾ കൊടുക്കാൻ പോണത്? അപ്പോൾ നമ്മളെ ആധാറിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ നമ്മൾ കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കാം. അവർ വെരിഫൈ ചെയ്തോളാം. വെരിഫൈ ചെയ്യട്ടെ. ഇത് ക്ലോസ് ചെയ്യാം. ലീവറേജ് 500 ഉള്ളൂ അല്ലേ? ചേഞ്ച് ലീവറേജ്. ലീവറേജ് 1000. ഓക്കെ, ലീവറേജ് ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, എഗ്രി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലീവറേജും ചേഞ്ച് ചെയ്തു. ഇപ്പോൾ അക്കൗണ്ട് ബാലൻസ് ഒന്നുമില്ല. ആക്റ്റീവ്. ഓക്കെ, ആക്റ്റീവാണ്. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പെൻഡിങ്ങുകൾ കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഹോമിലേക്ക് പോവാം. ഓക്കെ, ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഹോമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. ഓക്കെ, ഇവിടെ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവരുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് ഇവിടെ ഉണ്ട്. വിഡ്രോവൽ, ട്രാൻസ്ഫർ ഹിസ്റ്ററി എല്ലാം ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് പനിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് ചുമയൊക്കെ നിൽക്കുന്നത്. ഫസ്റ്റത്തെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം. നമ്മുടെ പ്രൊമോഷൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് 50% ബോണസ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ളതിനൊക്കെ 20% ബോണസൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഐ ഹാവ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തായി? വി ആർ റെഡി ഫോർ ഡെപ്പോസിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കറക്റ്റായി. ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കറക്റ്റായി. ഓക്കെ, ഓക്കെ ആയി. ഇനി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു പ്ലീസ് നോട്ട്. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ഫണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക, MT5 ഹാഫ് ഫ്രീ. ഈ അക്കൗണ്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. എത്രയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്? ഞാനൊരു $100 ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വെക്കാം, കണ്ടിന്യൂ. ഓക്കെ, ഇനി നമ്മളുടെ മെത്തേഡാണ്. എങ്ങനെയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, പല മെത്തേഡുകൾ നമുക്ക് UPI ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലോക്കൽ ബാങ്കായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ബൈനാൻസ് പേ ആയിട്ട് വയ്ക്കാം. ERC20 ആയിട്ട് നമുക്ക് ചെയ്യാം. BEP വയ്ക്കാം. ഇതൊക്കെ ഇതുണ്ടോ, TRC20 ആയിട്ട് നമുക്ക് ചെയ്യാം. എല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ ക്രിപ്റ്റോ കറൻസിയിൽ ഏതാണ്? TRC20. ഇത് ഓൾ കൊടുക്കും. ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാം. ലോക്കൽ ബാങ്ക് എന്ന് വെച്ചാൽ അത് മാത്രമേ വരുള്ളൂ. കണ്ടോ, UPI. ക്രിപ്റ്റോ വാലറ്റ് ആണെങ്കിൽ വാലറ്റ് മാത്രമേ വരുള്ളൂ. കണ്ടോ, അപ്പോൾ ഓൾ കൊടുത്താൽ എല്ലാം വരും. അത് നമ്മൾ ക്രിപ്റ്റോ കറൻസി നമ്മുടെ ഏതാണ്? ഞാൻ ഉപയോഗിക്കുന്നത് TRC20. ഓക്കെ, അപ്പോൾ TRC20 ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ TRC20 സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു.
ഓക്കെ. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ 1 ഹവറിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത്. നമുക്കൊരു QR കോഡുണ്ട്. ഈ QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, $100 ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വെയിറ്റ് ചെയ്യും, ഒരു മിനിറ്റ്. എൻ്റെ മൊബൈൽ ഒന്നെടുക്കാം. മൊബൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാണ് കേട്ടോ. ഓക്കെ, സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്താലും നിങ്ങൾ ഈ ഫസ്റ്റത്തെ ഈ 3 ഡിജിറ്റിൽ 4 ഡിജിറ്റിലൊന്ന് നോക്കണം, അത് കറക്റ്റായിട്ടാണോ സ്കാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, RCSG ഓക്കെ. എല്ലാം കറക്റ്റാണോ നോക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് എൻ്റെ വാലറ്റെന്ന്. ഓക്കെ, ഡെബിറ്റായി. യെസ്, ഡെബിറ്റായി എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക് എത്ര സമയം എടുക്കും, ഇവിടെ അക്കൗണ്ട് വരാൻ വേണ്ടി എത്ര സമയം എടുക്കും നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് സക്സസ്ഫുള്ളായിട്ട് റിസീവ് ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. നോക്കാം. ഓക്കെ, യെസ്, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് $150 നമുക്ക് നമ്മൾ $100 ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ 50% കൂടെ നമുക്ക് ആഡായിട്ട് $150 ഡെപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, ക്രിയേറ്റ് ആണ്. ഇനി നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ടത് എന്താണ്, ഈ നമ്പറാണ് നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ടത്. കണ്ടോ, ട്രേഡിംഗ് അക്കൗണ്ട് നമ്പർ ഇവിടെയാണ്. ഇനി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. റിയൽ അക്കൗണ്ടും ഡെമോ അക്കൗണ്ടും ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഈ പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ നമ്പർ നിങ്ങൾ എനിക്ക് അയച്ചു തരിക. ഞാൻ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ആഡ് ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എത്രയും പെട്ടെന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. അയച്ചു തരുമ്പോൾ നിങ്ങൾ ഈ VIP ഗ്രൂപ്പിലേക്ക്, നമ്മുടെ ഈ VIP ഗ്രൂപ്പ് ഇതാണ്. ഓക്കെ, VIP ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, VIP ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. നമ്മുടെ അൽഗോയും കാര്യങ്ങളും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൈവ് വീഡിയോസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ എല്ലാത്തിനും ലൈവ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരുടെ ഫീഡ്ബാക്കുകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ന്യൂസിൻ്റെ ഇത് എല്ലാം അപ്ഡേറ്റ് ആയിരിക്കും VIP ഗ്രൂപ്പിൽ. ഓക്കെ, അതേപോലെ ക്ലാസ്സുകളെന്നല്ല, ഇവിടെ മെയിൻ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഒക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെന്താണ്, ഇത് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പാണ്. ഓക്കെ, പബ്ലിക് ഗ്രൂപ്പ്. അതിൽ ഇപ്പോൾ ഉള്ളത് XNSൻ്റെയും XM, അൽപ്പാരി, 3 ബ്രോക്കറാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ ഈ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടും കൂടെ ബ്രോക്കറും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യും ഇതിൽ. ഓക്കെ, മിനിമം എമൗണ്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് പബ്ലിക് ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ,
അപ്പോൾ അത്രയേ ഉള്ളൂ. ശരിയാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ MT5-ലാണ് നമ്മൾ ഈ നമ്പർ നിങ്ങൾ അയച്ചു തരുമ്പോൾ നിങ്ങൾ MT5-ലാണ് നമ്മൾ ട്രേഡിങ് കാര്യങ്ങളും നമ്മുടെ ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് പല പല ബ്രോക്കറുകൾ, ഇപ്പോൾ സ്റ്റാർ തന്നെയല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ XNSൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, XMൻ്റെ ചെയ്യാം, അതുപോലെ തന്നെ അൽപ്പാരിൻ്റെ ചെയ്യാം, ഇനി സ്റ്റാറിൻ്റെ ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്കില്ല എനിക്ക് ഇന്നൊരു അക്കൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ആ ബ്രോക്കർ ഞാൻ സ്റ്റഡി ചെയ്ത് വന്ന് വിഡ്രോവലും ഡെപ്പോസിറ്റും ഒക്കെ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവാൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ അതും കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു മെയിൽ വരും. ആ മെയിലിൽ ഉണ്ടാവും MT5 ലോഗിൻ ID ഉണ്ടാവും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ, MT5 ലോഗിൻ ID ഉണ്ടാവും, MT5 പാസ്വേഡ് ഇവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ MT5 സെർവർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ നമ്മുടെ XNSലായാലും ശരി XMലായാലും ശരി നമ്മൾ MT5 കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെർവർ ചോദിക്കുന്നില്ലേ, സെർവർ 1 അല്ലെങ്കിൽ ട്രയൽ 6 5 അങ്ങനെ ആ സെർവർ ഉണ്ടാവും, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ MT5 ലോഗിനുള്ള ID. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് മെയിലായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അതാണ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക.